ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ശശി തരൂർ അതിരുവിടരുത്, പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് കെ സുധാകരൻ. തിരുവനന്തപുരം. ശശി തരൂരിനോട് അതിരുവിടരുതെന്ന ഓർമ്മപ്പെടുത്തലുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അദ്ദേഹത്തെ എല്ലാ കാലത്തും ഞാൻ പിന്തുണച്ചു, ഇപ്പോഴും പിന്തുണയ്ക്കുന്നു. പക്ഷേ അതിരുവിട്ടു പോകരുതെന്നാണ് ആഗ്രഹം. ഇത് പറയാൻ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല. ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. എന്തു പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തിനു ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്യാം. എന്റെ നേതൃപാടവത്തെക്കുറിച്ച് വിലയിരുത്താൻ അദ്ദേഹം ആളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ താൻ പരാതി പറയുന്നില്ലെന്നും നന്നാവാൻ നോക്കാമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു. ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകുമെന്നു പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നതിനുള്ള വഴിമരുന്ന് ഇടുന്നതാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം തരൂർ വിഷയത്തിൽ CPM നേതാക്കളുടെ പ്രതികരണങ്ങളെയും സുധാകരൻ പരിഹസിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ അഭിമുഖം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് വന്നത്. കേരളത്തിലെ കോൺഗ്രസില് ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ടെന്നും നന്നായി പ്രവർത്തിച്ചില്ലെങ്കിലും മൂന്നാം തവണയും കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുമായിരുന്നു അഭിമുഖത്തിൽ തരൂരിന്റെ പ്രധാന മുന്നറിയിപ്പ്. അതേസമയം ഒന്നും പറയാനില്ലെന്നും സമയം വരുമ്പോൾ സംസാരിക്കാം എന്നുമാണ് ഇപ്പോഴുള്ള വിവാദങ്ങളിൽ ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. BJPയോട് പടവെട്ടാൻ അതിഷി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിത. ഡൽഹിയിൽ ആദ്യം. ന്യൂഡൽഹി. BJP അധികാരത്തിലേറിയ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി AAP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അതിഷി പ്രതിപക്ഷ നേതാവാകും. ഈ സ്ഥാനത്തേക്ക് വനിതയെ തിരഞ്ഞെടുക്കുന്നത് ആദ്യമാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതയാകുന്നതും ഡൽഹിയുടെ ചരിത്രത്തിലാദ്യം. ഇന്ന് ചേർന്ന AAP നിയമസഭാകക്ഷി യോഗത്തിൽ സഞ്ജീവ് ജായാണ് അതിഷിയെ പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ചത്. ബാക്കിയുള്ളവർ പിന്തുണച്ചു. എന്നിൽ വിശ്വാസമർപ്പിച്ചതിന് AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും നന്ദി. ജനങ്ങളുടെ ശബ്ദമുയർത്തുന്ന ശക്തമായ പ്രതിപക്ഷമാകും, അതിഷി പറഞ്ഞു. 27 വർഷത്തിനുശേഷം ഡൽഹിയിൽ ഭരണം കിട്ടിയ BJP രേഖ ഗുപ്തയെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. കൽക്കാജി മണ്ഡലത്തിൽ BJPയുടെ രമേശ് ബിദൂരിയെ തോൽപ്പിച്ചാണ് അതിഷി സീറ്റ് നിലനിർത്തിയത്. കേജ്രിവാൾ, മനീഷ് സിസോദിയ എന്നിവരുൾപ്പെടെ മുതിർന്ന ആം ആദ്മി നേതാക്കൾ പരാജയപ്പെട്ടതോടെയാണ് അതിഷിക്കു നറുക്കുവീണത്. ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടുകൾ സഭയിൽ വെക്കുമെന്നു BJP അറിയിച്ചു. ഫെബ്രുവരി 5-ന് നടന്ന തിരഞ്ഞെടുപ്പിൽ 70 നിയമസഭാ സീറ്റുകളിൽ 48 എണ്ണം നേടിയാണ് BJP അധികാരത്തിൽ തിരിച്ചെത്തിയത്. ഭരണമുണ്ടായിരുന്ന AAP 22 സീറ്റുകളിൽ ഒതുങ്ങി. ചൂരൽമലയിൽ ദുരന്തബാധിതരുടെ പ്രതിഷേധത്തിൽ സംഘർഷം. അവഗണനയിൽ പ്രതിഷേധിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ നടത്താനിരുന്ന കുടിൽകെട്ടി സമരം തടഞ്ഞ് പോലീസ്. ബെയിലി പാലത്തിന് സമീപത്ത് വെച്ചാണ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത്. ഇതോടെ ദുരന്തഭൂമിയിലെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തി. രണ്ടാംഘട്ട കരട് പട്ടിക വൈകുന്നതിലും പുനരധിവാസം വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് ഇന്ന് ദുരന്തഭൂമിയിൽ പ്രതിഷേധം നടത്താൻ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തത്. രാവിലെ 9 മണി മുതൽ ചൂരൽമലയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ കുടിലുകൾ കെട്ടി സമരം ചെയ്യാനായിരുന്നു ദുരന്തബാധിതരുടെ തീരുമാനം. ഇത് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പുനരധിവാസം വൈകുന്നതിനൊപ്പം 5 സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതർക്ക് പ്രതിഷേധമുണ്ട്. ഇന്ത്യ നമ്മളെ നന്നായി മുതലെടുക്കുന്നു, അവർക്ക് പണം ആവശ്യമില്ല. തുടർച്ചയായ 4ാം ദിവസവും ട്രംപിന്റെ വിമർശനം. വാഷിംഗ്ടൺ. US-നെ ഇന്ത്യ നന്നായി മുതലെടുക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ $18 മില്യൺ. എന്തിനാണത്? അവർക്ക് പണം ആവശ്യമില്ല, ട്രംപ് പറഞ്ഞു. മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം US സ്വന്തം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിനു പകരം തിരഞ്ഞെടുപ്പുകളിൽ പരമ്പരാഗത പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കുന്നതിലേക്ക് മടങ്ങണമെന്നും ട്രംപ് പറഞ്ഞു. അവർ നമ്മളെ നന്നായി മുതലെടുക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും ഉയർന്ന തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നിങ്ങൾ എന്തെങ്കിലും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് 200% തീരുവ ഈടാക്കുന്നു. എന്നിട്ട് അവരുടെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ നമ്മൾ അവർക്ക് ധാരാളം പണം നൽകുന്നു, ട്രംപ് പറഞ്ഞു. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിഷയത്തിലെ തുടർച്ചയായ 4ാം ദിവസമാണ് ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ വോട്ടർ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിദേശ രാജ്യത്തിനു വലിയ തുക നൽകിയതിലെ മുൻ സർക്കാരിന്റെ നടപടിയെയാണ് ട്രംപ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഇന്നു പറഞ്ഞ $18 ദശലക്ഷം ഫണ്ട് ഏതാണെന്ന് വ്യക്തമല്ല. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി $21 ദശലക്ഷം USAID വകയിരുത്തിയിരുന്നെന്നും ഇത് അവസാനിപ്പിക്കുമെന്നുമായിരുന്നു ഇലോൺ മസ്ക് മേധാവിയായ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി DOGE അറിയിച്ചിരുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് വീട്ടിൽ പരിശോധന. മെത്താഫിറ്റമിനുമായി ബുള്ളറ്റ് ലേഡി എക്സൈസ് പിടിയിൽ. പയ്യന്നൂർ. കണ്ണൂർ. മാരക ലഹരിമരുന്ന് 4 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിൽ. കണ്ടങ്കാളി മുല്ലക്കൊടിയാലെ C നിഖിലയെയാണ് 30 എക്സൈസ് സംഘം വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. വിൽപ്പന നടത്താൻ ബംഗളൂരുവിൽ നിന്നെത്തിച്ച ലഹരിമരുന്നാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
2023-ൽ 2 കിലോ ഗഞ്ചാവുമായി ഈ യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന നിഖില ബുള്ളറ്റ് ലേഡി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് ഇവർ തിരിഞ്ഞതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരം, ശ്വാസതടസ്സമുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. വത്തിക്കാൻ. ശ്വാസകോശ അണുബാധയെ തുടർന്നു റോമിലെ ജെമിലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമെന്ന് വത്തിക്കാൻ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഇന്നലത്തേക്കാൾ നില ഗുരുതരമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. 9 ദിവസമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ കഴിയുകയാണ്. ചികിത്സയോട് നന്നായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ സംഘത്തിന്റെ തലവൻ ഡോക്ടർ സെർജിയോ ആൽഫിയേരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇരുശ്വാസകോശങ്ങളിലും അണുബാധയുള്ളതിനാൽ ഒരാഴ്ച കൂടിയെങ്കിലും ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ആരോഗ്യനില മോശമായത്. 88 വയസ്സുകാരനായ മാർപ്പാപ്പയെ ഈ മാസം 14-നാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശാ വർക്കർമാരുടെ സമരം 14-ാം ദിവസത്തിലേക്ക് സമരം തീവ്രമാക്കും. തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 14-ാം ദിവസത്തിലേക്ക്. അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ തീവ്രമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരത്തിനു പിന്തുണയുമായി ഇന്നലെയും വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതാക്കളെത്തി. വിവിധ ജില്ലകളിൽ നിന്ന് 100 കണക്കിന് ആശാ വർക്കർമാർ രാവിലെ മുതൽ സമരകേന്ദ്രത്തിലെത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 10 മുതലാണ് സമരം തുടങ്ങിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, എംഎൽഎമാരായ എം വിൻസെന്റ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, CPI നേതാവ് സി ദിവാകരൻ, BJP നേതാവ് വി മുരളീധരൻ, DCC പ്രസിഡന്റ് പാലോട് രവി, ഡോക്ടർ ജെ ദേവിക, പ്രൊഫസർ KP സജി, NGO അസോസിയേഷൻ പ്രസിഡന്റ് ചവറ ജയകുമാർ, സഫീന മാറ്റപ്പള്ളി തുടങ്ങിയവർ പിന്തുണയുമായി എത്തി. 2ാം തവണയാണ് ചെന്നിത്തല സമരപ്പന്തലിലെത്തുന്നത്. സമരത്തിന് പിന്തുണ നൽകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് 10-ന് സമരപ്പന്തലിലേക്കു പ്രകടനം നടത്തുമെന്നു സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ MP അറിയിച്ചു. സമരത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ കത്ത് അയച്ചു. സമരക്കാരുടെ കണക്കെടുക്കുന്നു. സമരം ചെയ്യുന്നവരുടെ കണക്ക് സർക്കാർ ശേഖരിക്കുന്നു. 26,000 ആശാ വർക്കർമാരിൽ ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് കണ്ടെത്താനാണ് ശ്രമം. എന്തിനു വേണ്ടിയാണ് കണക്ക് ശേഖരിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പരിശീലനം. കോടഞ്ചേരി. നെല്ലിപ്പൊയിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർ പരിശീലനം നടത്തുന്നു. പാലിയേറ്റീവ് പരിചരണം ആർക്ക്, എന്തിന്, എങ്ങനെ, പരിചരണ രീതികൾ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ തുടങ്ങിയവയും ഈ കാലഘട്ടത്തിൽ വീടുകളിൽ പരിചരണം നൽകുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പരിചയസമ്പന്നരായ വ്യക്തികളുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി. നെല്ലിപ്പൊയിൽ ജൂബിലി മെമ്മോറിയൽ പാരിഷ് ഹാളിൽ ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പരിശീലനം. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495050216. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്. കോടഞ്ചേരി. ഐ ട്രസ്റ്റ് ഡിവൈൻ കണ്ണാശുപത്രിയും HDFC കോടഞ്ചേരി ബാങ്കും സംയുക്തമായി സൗജന്യ കണ്ണ് പരിശോധന നാളെ 24-ന് കോടഞ്ചേരി HDFC ബാങ്ക് ബിൽഡിംഗിൽ വെച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഏബലപ്പി ഏലിയാസ്, HDFC ബാങ്ക് കോടഞ്ചേരി 9775966683. ആളില്ലാത്ത വീട്ടിൽ കള്ളൻ കയറി 8,000 രൂപ നഷ്ടപ്പെട്ടു. കാരശ്ശേരി. ആളില്ലാത്ത വീട്ടിൽ മോഷണം, 8,000 രൂപ നഷ്ടപ്പെട്ടു. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാടിലാണ് ആളില്ലാത്തപ്പോൾ വീട്ടിൽ കള്ളൻ കയറിയത്. കക്കാടഞ്ചാലിൽ അബ്ദുറഹിമാന്റെ KC അബ്ദുട്ടി വീട്ടിലാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുറത്ത് കുളിമുറിയിൽ സൂക്ഷിച്ച് താക്കോലെടുത്ത് പിൻവശത്തെ വാതിൽ തുറന്നാണ് കള്ളൻ അകത്തു കയറിയത്. അലമാര കുത്തിത്തുറന്ന് അതിനകത്ത് സൂക്ഷിച്ച പണമെടുത്തു. 11,000 രൂപയിൽ 3,000 രൂപ അവിടെ തന്നെ ഉപേക്ഷിച്ചു. രാത്രി 11 മണിയോടെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോൾ പിൻവാതിൽ തുറന്നിട്ട അവസ്ഥയിലായിരുന്നു. അലമാര കുത്തിപ്പൊളിച്ച് സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിരുന്നു. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വയനാട് ചുരത്തിൽ യുവാവ് കൊക്കയിലേക്ക് വീണ് മരിച്ചു. അടിവാരം ചുരത്തിലെ 9-ാം വളവിന് സമീപത്ത് വെച്ച് വടകര വളയം തോടന്നൂർ വരക്കൂർ സ്വദേശിയായ അമൽ 23 കൊക്കയിലേക്ക് വീണ് മരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി നോക്കുന്ന അമൽ സഹപ്രവർത്തകർക്കൊപ്പം വയനാട്ടിലേക്ക് വിനോദയാത്ര പോകുകയായിരുന്നു. അമൽ അടക്കം 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കൽപ്പറ്റയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് അമലിനെ കൊക്കയിൽ നിന്നും പുറത്തെടുത്തത്. രാത്രി 1:30-യോടെയായിരുന്നു അപകടം. നിര്യാതയായി പുല്ലൂരാമ്പാറ വെള്ളാപ്പള്ളി തോമസ് മാത്യുവിന്റെ അപ്പച്ചൻ ഭാര്യ എൽസമ്മ 62 അന്തരിച്ചു. പരേത മഞ്ഞുവയൽ ആലപ്പാട്ട് കുടുംബാംഗമാണ്. സംസ്കാരം
ഇന്ന് 23 ഞായർ വൈകിട്ട് 4 ഭവനത്തിൽ ആരംഭിച്ച് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് പള്ളിയിൽ നടന്നു. മക്കൾ ശില്പ മാത്യു, നേഴ്സ് ഇസ്രായേൽ, സഞ്ജു മാത്യു. മരുമക്കൾ ഡയസ് കാഞ്ഞിരത്തിങ്കൽ, കണ്ണൂർ, ഷെറിൻ പ്ലാത്തിപ്പറമ്പിൽ, വിലങ്ങാട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.